നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് കോടാലി റോഡ് നവീകരണം സംയുക്ത പരിശോധന നടത്തി. കോടാലി LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കും ആദിവാസികൾക്കുമെതിരെ എടുത്ത കള്ളക്കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചതിൽ ആം ആദ്മി പാർട്ടി സന്തോഷ സൂചകമായി മിഠായി വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. പുതുക്കാട് മുപ്പിളിയം ഇഞ്ചക്കുണ്ട് കോടാലി റോഡിന്റെ നവീകരണത്തിന് മുന്നോടിയായി KK രാമചന്ദ്രൻ MLA സാന്നിധ്യത്തിൽ കിഫ്ബിയുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സംയുക്ത പരിശോധന നടന്നു. പാതയിലെ ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ മാറ്റുന്നതിന് 2.13 കോടി രൂപയും വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 1.70 കോടി രൂപയും അനുവദിച്ചതായി MLA പറഞ്ഞു. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉടൻ ആരംഭിക്കുമെന്നും തുടർന്ന് റോഡിന്റെ നിർമ്മാണം തുടങ്ങാനാകുമെന്നും MLA അറിയിച്ചു. റോഡിനായി ഭൂമി സൗജന്യമായി വിട്ടു നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. 74 കോടി രൂപയുടെ പുതിയ സാമ്പത്തിക അനുമതി ലഭിച്ചാൽ മറ്റു തടസ്സങ്ങൾ ഇല്ലെങ്കിൽ നിർമ്മാണം ഈ വർഷം ആരംഭിക്കും. റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് തുക മാറ്റിവെച്ചിട്ടുണ്ടെന്നും തകർന്നുകിടക്കുന്ന റോഡിലെ കുഴികൾ അടിയന്തിരമായി അടയ്ക്കുമെന്നും KRFB ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കോടാലി ഗവൺമെന്റ് LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അഴിമതിക്കാരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ഷാഫി കല്ലുപറമ്പിൽ, CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, പ്രവീൺ M കുമാർ, AB പ്രിൻസ്, നൈജോ ആൻഡോ, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിലെ സർക്കാർ നമ്പർ 1 അല്ല എന്ന് മാത്രമല്ല നമ്പർ 0 സർക്കാരായി അധപതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പ്രതിഷേധ സമരം ഇവിടെ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. സ്ത്രീയിലെ സീലിംഗ് ഇതുപോലെ തന്നെ തകർന്നു വീണത് കുറച്ച് നാളുകൾക്ക് മുൻപാണ്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ചെമ്പുച്ചിറ ഹൈസ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണത്. അതിന് അല്പനാളുകൾക്ക് മുൻപാണ് നമ്മുടെ പഞ്ചായത്തിനെയും വരന്തരപ്പള്ളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ആറ്റപ്പള്ളി പാലവും അതിന് റോഡും തകർന്നു പോയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കും ആദിവാസികൾക്കുമെതിരെ എടുത്ത കള്ളക്കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് ഉദ്ഘാടനം ചെയ്തു. LDF കൺവീനർ KS അശോകൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ടൗൺ ജുമാ മസ്ജിദ് ഇമാം ഹുസൈൻ ബാഖഫി മുഖ്യപ്രഭാഷണം നടത്തി. ഉഷ പരമേശ്വരൻ, പോളി ഡേവിസ്, വിജയ ജോജി, TP ജോണി, പോൾ പുല്ലൻ, ജോസ് J പൈനാടത്ത്, PD നാരായണൻ, പോൾ പുല്ലൻ, ഷോജൻ D വിധേയത്തിൽ, VI പോൾ, ഡെന്നിസ് K ആന്റണി, PC ബിജു, സിനി ടീച്ചർ, മായ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി എന്നുള്ളത് ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ നിശബ്ദരായിരിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ രാജ്യത്തെമ്പാടുമുണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് പോലീസ് നിർദ്ദേശമനുസരിച്ച് പരിശോധനയ്ക്കായി നിർത്തിയ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത യുവാവിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു.
വരന്തരപ്പള്ളി കരിയാട്ടുപറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള രേവതിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിശോധനയ്ക്കായി നിർത്തിയ വാഹനത്തിന്റെ ഊരിയെടുത്ത താക്കോൽ തിരികെ കൊടുക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അക്രമാസക്തനായതാണ് രേവതിന്റെ കുറ്റം. ഇയാൾക്കെതിരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ ദിനമായ ആഗസ്റ്റ് 15 രാവിലെ 10 മണിക്ക് നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ബിനോയ് പൊഴോലിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഡിറ്റോ കൂള തിരുനാൾ സന്ദേശം നൽകും. തിരുനാളിന്റെ വിജയത്തിനായി വികാരി ഫാദർ ജെയിൻ കടവിൽ, ജനറൽ കൺവീനർ ജോയ് കള്ളിയത്തുപറമ്പിൽ, കൈക്കാരന്മാരായ ഷിബു കള്ളിയത്തുപറമ്പിൽ, ആന്റണി വേലിക്കകം, ജോയിന്റ് കൺവീനർ ബൈജു കള്ളിയത്തുപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു. കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറി. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റിനും ലതീഞ്ഞ നൊവേന ദീപബലി തുടങ്ങിയ തിരുക്കർമ്മങ്ങൾക്കും കാർമ്മികത്വം വഹിച്ചു. റൊസേരിയൻ ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് തടത്തിമാക്കൽ സഹകാർമ്മികനായിരുന്നു. കൈക്കാരന്മാരായ ഷാജൻ കുറിയടത്ത്, ജോഷി ഐനിക്കൽ, രാജേഷ് ചേലപ്പുറത്ത്, ജനറൽ കൺവീനർ വർഗീസ് പാലാട്ടി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം BMS ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. യൂണിയൻ മേഖലാ സെക്രട്ടറി സിബിൻ ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ജില്ലാ ഉപാധ്യക്ഷൻ MS സുനിൽ ഉദ്ഘാടനം ചെയ്തു. ബിജു വൈലാത്ര പ്രസിഡന്റ്, ജയന്ത് ജോഷ് സെക്രട്ടറി, സജി KC ട്രഷറർ എന്നീ പുതിയ ഭാരവാഹികളെ മേഖലാ സെക്രട്ടറി CR ജിനു പ്രഖ്യാപിച്ചു. യോഗത്തിൽ ബിനീഷ് മംഗലത്ത് സ്വാഗതവും ബിജു വൈലാത്ര നന്ദിയും പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിൽ 1 ലക്ഷം പേർക്കും തൃശൂർ ജില്ലയിൽ 15,000 പേർക്കും തൊഴിലവസരം ഒരുക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷനും വിജ്ഞാന കേരളവും ചേർന്ന് 30,000 അയൽക്കൂട്ടങ്ങളിൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. തൃശൂർ കേരള ബാങ്ക് ഹാളിൽ നടന്ന ജില്ലാതല യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ രഹിതരായ കുടുംബശ്രീ അംഗങ്ങൾക്കും കരിയർ ബ്രേക്ക് വന്ന സ്ത്രീകൾക്കും നൈപുണ്യ പരിശീലനങ്ങൾ വഴി പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കും എന്നതാണ് പ്രധാന ലക്ഷ്യം. ഓരോ CDS പരിധിയിലും ലഭ്യമായ തൊഴിലുകൾ കണ്ടെത്തി തൊഴിൽ സന്നദ്ധരെ ബന്ധപ്പെടുത്തുകയും പരിശീലനം നൽകുകയും ചെയ്യും. ഓഗസ്റ്റ് 8, 9 തീയതികളിൽ CDS, ADS തലങ്ങളിൽ യോഗങ്ങൾ നടത്തി വാർഡ് തലത്തിൽ അയൽക്കൂട്ട യോഗങ്ങൾ വഴി തൊഴിൽ രഹിതരെ കണ്ടെത്തും. ആഗസ്റ്റ് 10 കുടുംബശ്രീ അംഗങ്ങൾ പ്രത്യേക യോഗം ചേർന്ന് ആഗസ്റ്റ് 11 പ്രാദേശിക തൊഴിൽദാതാക്കളെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുകയും തൊഴിലൊഴിവുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ഓരോ വാർഡിൽ നിന്നും 10 പേർക്ക് ജോലി നൽകാനാണ് ലക്ഷ്യം. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലിൽ അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, കില ഫാക്കൽറ്റി ഡോക്ടർ K രാജേഷ്, കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ K രാധാകൃഷ്ണൻ, KK പ്രസാദ്, ജില്ലാ അംബാസഡർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈക്കോടതി ഉത്തരവിന്റെ ഫലമായി പാലിയേക്കര ടോൾ പാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചതിൽ ആം ആദ്മി പാർട്ടി സന്തോഷ സൂചകമായി മിഠായികൾ വിതരണം ചെയ്തു. ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച എല്ലാ മാന്യ വ്യക്തികളെയും ജില്ലാ കളക്ടറെയും ഹൈക്കോടതി ജഡ്ജിമാരെയും അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് ആം ആദ്മി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജു കാവുങ്കൽ പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തോക്കൻ, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ, ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ, ജോയ് K ആന്റണി, ടോജോ തിമോത്തി, പോളി CC എന്നിവർ നേതൃത്വം നൽകി. ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു സന്തോഷ വാർത്തയാണ്. നമ്മുടെ ആം ആദ്മി പാർട്ടി തൃശ്ശൂർക്ക് കളക്ടർക്കൊക്കെ പരാതി കൊടുത്തിരുന്നു. അപ്പം ഇന്ന് ഹൈക്കോടതിയിൽ വിധി ഉണ്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ 4 ആഴ്ചത്തേക്ക് ടോള് മരവിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ മുൻകൈ എടുത്ത എല്ലാവർക്കും, കേസ് കൊടുത്ത ആൾക്കും, അതുപോലെ ജില്ലാ കളക്ടർക്കും, അതുപോലെ ഹൈക്കോടതി ജഡ്ജിമാർക്കും ഞങ്ങൾ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നടത്തിയ ജില്ലാതല സിവിൽ സർവീസസ് ടൂർണമെന്റ് VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയം, അക്വാട്ടിക് കോംപ്ലക്സ്, സെന്റ് തോമസ് കോളേജ് തോപ്പ് ഗ്രൗണ്ട്, ഇൻഡോർ സ്റ്റേഡിയം കുരിയച്ചിറ എന്നിവിടങ്ങളിലായി നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി S രാജേന്ദ്രൻ നായർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഇഗ്നി മാത്യു, ബേബി പൗലോസ്, K ജോയ് വർഗീസ്, ജില്ലാ സ്പോർട്സ് ഓഫീസർ തേജേഷ് കുമാർ ദത്ത തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കായിക മത്സരങ്ങളിൽ 250ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,400 രൂപ, പവന് 75,200 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് കോടാലി റോഡ് നവീകരണം സംയുക്ത പരിശോധന നടത്തി. കോടാലി LP സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കും ആദിവാസികൾക്കുമെതിരെ എടുത്ത കള്ളക്കേസുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് LDF ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. തേശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ സ്വർഗാരോപിത മാതാവിന്റെ തിരുനാളിന് കൊടിയേറി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവച്ചതിൽ ആം ആദ്മി പാർട്ടി സന്തോഷസൂചകമായി മിഠായി വിതരണം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.